ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന സമ്മേളനങ്ങളെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞൊരു ലെസണിൽ ഞാൻ ചെയ്തിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ ഇതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന സമ്മേളനങ്ങൾ അത് ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ സജഷന്റെ പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിൽ ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്ത് ആദ്യത്തെ സമ്മേളനം എന്നായിരുന്നു? 1885-ലായിരുന്നു. 1885-ലായിരുന്നു. അത് എവിടെ വെച്ചായിരുന്നു നടന്നത്? ബോംബെയിൽ വെച്ചായിരുന്നു. അപ്പോൾ നമ്മളത് പഠിച്ചതാണ്. ബോംബെയിൽ വെച്ചാണ് നടന്നത്. ആദ്യത് പൂനെയിലായിരുന്നു അത് പറഞ്ഞിരുന്നത്, തീരുമാനിച്ചിരുന്നത്. പക്ഷെ അത് പ്ലേഗ് കാരണം ബോംബെയിലേക്ക് പിന്നീട് മാറ്റി. ഇനി അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജി ആയിരുന്നു. ആൻഡ് അദ്ദേഹം 1892-ലും അദ്ദേഹമായിരുന്നു INCയുടെ പ്രസിഡന്റ്. അപ്പോൾ 1885-ലും പിന്നെ അദ്ദേഹം ഒരു 7 വർഷത്തിന് ശേഷം 92-ലും WC ബാനർജി തന്നെയായിരുന്നു. ഇത് ആദ്യത്തെ സമ്മേളനമായിരുന്നു. അതിന് 72 പേര് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു തവണ PSCക്ക് ചോദിച്ചതാണ് എത്ര പേര് ആദ്യത്തെ സമ്മേളനത്തിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ളത്. 72 പേര്. ഫസ്റ്റ് സെക്രട്ടറി ആരാണെന്ന് ചോദിക്കും. ഫസ്റ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് A.O. ഹ്യൂം ആണ്. അദ്ദേഹം തന്നെയാണ് INCയുടെ ഫാദർ ഓഫ് INC എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. ഇനി ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ എത്ര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു? അങ്ങനെയും ചോദ്യം ചോദിക്കാം. 9 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചതിൽ. അതിൽ ഫസ്റ്റ് പ്രമേയം G. സുബ്രഹ്മണ്യ അയ്യരുടേതായിരുന്നു. ഇനി 1886-ലാണ് രണ്ടാമത്തേത് വന്നത്. അതുപോലെ എവിടെയാണ്? കൊൽക്കത്തയിലാണ് നടന്നത്. വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിലാണ് 1886-ലെ INC സമ്മേളനം നടന്നത്. എല്ലാ വർഷവും ഉണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ദാദാബായ് നവറോജി ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ്. അപ്പൊ സെക്കൻഡിൽ ആരായിരുന്നു? ദാദാബായ് നവറോജി ആയിരുന്നു. ഏറ്റവും കൂടിയ പ്രായത്തിൽ INCയുടെ പ്രസിഡന്റ് ആയ ആളാണ് ദാദാബായ് നവറോജി. അദ്ദേഹം 2 തവണ പ്രസിഡന്റ് ആയവരിൽ രണ്ടാമത്തെ ആളാണ്. 2 തവണ പ്രസിഡന്റ് ആയതിൽ രണ്ടാമത്തെ ആളാണ് ദാദാബായ് നവറോജി. ഇനി 1887-ൽ മദ്രാസിൽ വെച്ചായിരുന്നു INCയുടെ സമ്മേളനം നടന്നത്. അതിന്റെ പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു. ആൻഡ് ഹി ഈസ് ദ ഫസ്റ്റ് മുസ്ലിം INC പ്രസിഡന്റ്. ആദ്യത്തെ മുസ്ലിം INC പ്രസിഡന്റ് ആയിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി. ആൻഡ് ആദ്യത്തെ സമ്മേളനം സൗത്ത് ഇന്ത്യയിൽ നടന്നത് എവിടെ വെച്ചായിരുന്നു? മദ്രാസിലായിരുന്നു. അത് 1887-ലായിരുന്നു. സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് INCയുടെ സമ്മേളനം നടന്നത് 1887-ലെ മദ്രാസ് സമ്മേളനത്തിലായിരുന്നു. അതിൽ 607 പേരാണ് അറ്റൻഡ് ചെയ്തത്. അടുത്തത് 1888-ൽ അലഹബാദിൽ വെച്ചായിരുന്നു INCയുടെ സമ്മേളനം. അലഹബാദിൽ വെച്ചായിരുന്നു. അതിന്റെ പ്രസിഡന്റ് ജോർജ് യൂൾ ആണ്. ജോർജ് യൂൾ എന്ന് പറയുന്നത് INCയുടെ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വിദേശിയാണ്. ആദ്യത്തെ ഫോറിനർ ആണ് INCയുടെ പ്രസിഡന്റ് ആവുന്നത്, ജോർജ് യൂൾ. അടുത്തത് 1889-ലാണ്. അത് ബോംബെയിൽ വെച്ചായിരുന്നു. അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വില്യം വെഡർബേൺ ആണ്. വില്യം വെഡർബേൺ എന്ന് പറഞ്ഞത് ജോർജ് യൂളിന് ശേഷം രണ്ടാമത് ഒരു വിദേശി INCയുടെ പ്രസിഡന്റ് ആവുന്നത് വില്യം വെഡർബേൺ ആണ്. 2 തവണ പ്രസിഡന്റ് ആയ ആദ്യത്തെ വിദേശിയും അദ്ദേഹമാണ്, വില്യം വെഡർബേൺ. ദെൻ 1890-ൽ INCയുടെ സമ്മേളനം നടന്നത് കൊൽക്കത്തയിൽ വെച്ചാണ്. അവിടെയാണ് ഫിറോസ് ഷാ മെഹ്ത്ത പ്രസിഡന്റ് ആയത്. അദ്ദേഹം സെക്കൻഡ് മുസ്ലിം പ്രസിഡന്റ് ആണ്. INCയുടെ പ്രസിഡന്റായ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട രണ്ടാമത്തെ ആളാണ് ഫിറോസ് ഷാ മെഹ്ത്ത. ആദ്യത്തെ ആൾ ആരാണ്? ആദ്യത്തെ ആളുടെ കാര്യം നമ്മൾ പറഞ്ഞു, ബദറുദ്ദീൻ തിയാബ്ജി. അത് മദ്രാസിൽ വെച്ചായിരുന്നു. ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ സമ്മേളനമായിരുന്നു അത്. ഇനി 1891-ല് നാഗ്പൂരിൽ വെച്ചായിരുന്നു. പി അനന്ത ചാർലു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. ദ നാഷണൽ എന്ന പദം കൂടി ഇന്ത്യൻ കോൺഗ്രസിൽ ചേർത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാക്കിയത് 1891-ലായിരുന്നു. അടുത്തത് 1894-ല് അത് സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു. ആൽഫ്രഡ് വെബ് ആണ് അതിന്റെ പ്രസിഡന്റ് ആയിരുന്നത്. അദ്ദേഹം INCയുടെ പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശിയാണ്. അടുത്തത്
1896 അന്നത്തെ സമ്മേളനം നടന്നത് കൊൽക്കത്തയിലായിരുന്നു. അത് റഹ്മത്തുള്ള സയാനിയായിരുന്നു പ്രസിഡന്റ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത 1896 കൊൽക്കത്തയിൽ നടന്ന സമ്മേളനത്തിന്റെ പ്രത്യേകത വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് ഈ സെഷനിലാണ്. 1896 കൊൽക്കത്തയിലെ സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത്. ടാഗോറാണ് വന്ദേ മാതരം ആലപിച്ചത്. ഇനി 1897 അമരാവതിയിൽ വെച്ചായിരുന്നു അതിന്റെ സമ്മേളനം. അതുപോലെ അമരാവതി മാത്രമല്ല, നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു മലയാളിയായിരുന്നു INCയുടെ പ്രസിഡന്റ്. അപ്പോൾ 1897 എവിടെയാണ് നടന്നത്? അമരാവതിയിലാണ്. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. ഒരു മലയാളി അഥവാ ശ്രീ C. ശങ്കരൻ നായരാണ് INCയുടെ പ്രസിഡന്റ് ആയത്. ഒരു മലയാളി പ്രസിഡന്റ് ആയത് INCയുടെ ഏത് സമ്മേളനത്തിലാണ്? അത് ചോദിച്ചിട്ടുണ്ട്. അമരാവതി സമ്മേളനത്തിലാണ്. ഇനി അടുത്തത് 1899 ലഖ്നൌവിൽ വെച്ചാണ് നടന്നത്. ലഖ്നൌവിൽ വെച്ച് നടന്നതിൽ രമേശ് ചന്ദ്ര ദത്താണ് പ്രസിഡന്റ് ആയിരുന്നത്. ആ ലഖ്നൌ സമ്മേളനത്തിലാണ് INCക്ക് ഒരു ഭരണഘടന വേണം എന്നൊരു ആശയം വന്നത്. പിന്നീട് 1901 നടന്ന കൊൽക്കത്തയിലെ സമ്മേളനത്തിൽ ദിൻഷാ ഇ വാച്ചയായിരുന്നു പ്രസിഡന്റ്. ഈ 1901 സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനമാണ് 1901 സമ്മേളനം. അത് കൊൽക്കത്ത സമ്മേളനമാണ്. അപ്പൊ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തതെന്ന് ചോദിച്ചാൽ 1901 കൊൽക്കത്ത സമ്മേളനമാണ്. ഓക്കെ. ദെൻ 1904 ബോംബെയിലാണ് അടുത്ത സമ്മേളനം നടന്നത്. 1904 അതിന്റെ പ്രസിഡന്റ് ഹെൻറി കോട്ടൺ ആയിരുന്നു. അദ്ദേഹം 4ാമത്തെ വിദേശിയാണ്. INCയുടെ പ്രസിഡന്റ് ആവുന്ന 4ാമത്തെ വിദേശിയാണ്. ഇനി 1905 ബനാറസിൽ വെച്ചായിരുന്നു. ബനാറസ് UPയിലാണ്. ബനാറസിൽ വെച്ചാണ് INCയുടെ സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷൻ അഥവാ പ്രസിഡന്റ് ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. അപ്പൊ 1905 കുറച്ച് പ്രധാന കാര്യങ്ങളുണ്ട്. ഗോപാലകൃഷ്ണ ഗോഖലെ പ്രസിഡന്റ് ആയത് അതിലാണ്, ബനാറസിൽ വെച്ചായിരുന്നു. പിന്നെ സ്വദേശി എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ ബനാറസിൽ വെച്ച് നടന്ന 1905 സെഷനിലായിരുന്നു. അപ്പൊ നമുക്ക് ഈ ചോദിക്കും, എന്താണ് ഇങ്ങനെയാണ് ചോദ്യം വരിക. ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ആരാണ്? ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ആരാണ്? അതാരാണ്? ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ്. ഇനി അടുത്തത് 1906 കൊൽക്കത്തയിൽ വെച്ചാണ് സെഷൻ നടന്നത്. കൊൽക്കത്തയിൽ വെച്ച് നടന്നതിൽ ദാദാബായ് നവറോജി ആയിരുന്നു പ്രസിഡന്റ്. ദാദാബായ് നവറോജിയും 2 തവണ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മളൊന്ന് പറഞ്ഞിരുന്നു. ദാദാബായ് നവറോജിയാണ് സെഷന്റെ അധ്യക്ഷൻ. കൊൽക്കത്തയിൽ വെച്ചായിരുന്നു. ഇനി ഇതിൽ പറയുന്നത് സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞു സ്വദേശി എന്ന് പറഞ്ഞു. അതായത് സ്വദേശി എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് 1905 അതുപോലെ സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് 1906 സമ്മേളനത്തിലാണ്. ഇനി അടുത്തത് 1907 ഗുജറാത്തിലെ സൂറത്തിൽ വെച്ചായിരുന്നു നടന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സൂററ്റ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സൂററ്റ് പിളർപ്പ് നടന്നത് എന്നാണെന്ന് ചോദിക്കാറുണ്ട്. 1907 INC സമ്മേളനത്തിലാണ്. അതെവിടെ വെച്ചാണ്? അത് ആ പേരിൽ നിന്ന് കിട്ടി, സൂററ്റിൽ വെച്ചായിരുന്നു. ഇനി ആ സമയത്ത് ആരായിരുന്നു INCയുടെ പ്രസിഡന്റ്? സൂററ്റ് സ്പ്ലിറ്റ് നടക്കുമ്പോൾ ആരായിരുന്നു INCയുടെ പ്രസിഡന്റ് എന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് റാഷ് ബിഹാരി ഘോഷ് ആണ്. ഇനി എന്താണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്? ഈ സൂററ്റ് സമ്മേളനത്തിൽ വെച്ചിട്ട് INCയുടെ നേതാക്കന്മാര് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായിട്ട് വേർതിരിഞ്ഞു. മിതവാദികളിൽ ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ പെടും, തീവ്രവാദികളിൽ ബാലഗംഗാധര തിലകൊക്കെ പെടും. അപ്പൊ അങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചു. 1908 മദ്രാസിലാണ് പിന്നീട് സെഷൻ നടന്നത്. അത് റാഷ് ബിഹാരി ഘോഷ് തന്നെയായിരുന്നു.
അപ്പോഴാണ് INCക്ക് ഒരു ഭരണഘടന ഉണ്ടായത്. INCക്ക് ഭരണഘടന ഉണ്ടായത് 1908 അതിന്റെ സജഷൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഭരണഘടന ഉണ്ടാക്കപ്പെട്ടത് 1908 സമ്മേളനത്തിലാണ്, മദ്രാസിലായിരുന്നു. അടുത്തത് 1909. 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം വന്നത്. അപ്പോൾ ഈ മിന്റോ മോർലി ഭരണപരിഷ്കാരം വരുമ്പോൾ ആരായിരുന്നു INCയുടെ പ്രസിഡന്റ് അങ്ങനെ ചോദിക്കാം. അപ്പോൾ 1909 ആരായിരുന്നു? മദൻ മോഹൻ മാളവി ആയിരുന്നു പ്രസിഡന്റ്. അത് ലാഹോറിൽ വെച്ചായിരുന്നു ആ സെഷൻ. അപ്പോൾ 1909 INC സമ്മേളനം ലാഹോറിൽ വെച്ചായിരുന്നു. മദൻ മോഹൻ മാളവി ആയിരുന്നു പ്രസിഡന്റ്. 1911 കൊൽക്കത്തയിൽ വെച്ചായിരുന്നു BN ധർ ആയിരുന്നു പ്രസിഡന്റ്. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചു എന്ന് പറഞ്ഞു. വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? ടാഗോർ ആണ്. അത് 1896 ആദ്യമായിട്ട് വന്ദേമാതരം ആലപിച്ചത്. അതുപോലെ 1911 ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. അത് ആലപിച്ചയാള് ശ്രീമതി സരളാദേവി ചൗധറാണിയാണ്. ആ സമയത്ത് INCയുടെ പ്രസിഡന്റ് BN ധർ ആയിരുന്നു. അത് കൊൽക്കത്തയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഈ ജനഗണമന ആലപിച്ചതും വന്ദേമാതരം ആലപിച്ചതും രണ്ടും കൊൽക്കത്തയിൽ വെച്ചുള്ള സമ്മേളനത്തിലാണ്. അടുത്തത് 1912 ബങ്കിപ്പൂരിൽ വെച്ചായിരുന്നു INCയുടെ സമ്മേളനം. RN മധോൽക്കർ ആയിരുന്നു അതിന്റെ പ്രസിഡന്റ്. ജവഹർലാൽ നെഹ്റു അറ്റൻഡ് ചെയ്ത ആദ്യത്തെ INC സമ്മേളനമാണ് 1912 ബങ്കിപ്പൂർ വെച്ചായിരുന്നു. ബീഹാറിലാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ആദ്യത്തെ സമ്മേളനമായിരുന്നു അത്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് 1916. അത് ലഖ്നൌവിൽ വെച്ചായിരുന്നു. AC മജുംദാർ ആയിരുന്നു അതിന്റെ പ്രസിഡന്റ്. അപ്പോൾ കുറച്ചു കഴിഞ്ഞ മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ INCയുടെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 1916 ലഖ്നൌ സമ്മേളനത്തിൽ ആരായിരുന്നു അധ്യക്ഷൻ? അത് AC മജുംദാർ ആണ്. AC മജുംദാർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിതവാദികളും തീവ്രവാദികളും യോജിച്ചു. മിതവാദികളും തീവ്രവാദികളും 1906 എന്താണ് ചെയ്തത്? 1907 ഓക്കെ. 2007 സൂററ്റ് സ്പ്ലിറ്റ് സംഭവിച്ചിരുന്നു. 1916 ആയപ്പോൾ ഓക്കെ. അപ്പോൾ ഓർക്കുക, അത് 7 എന്ന് പറഞ്ഞാൽ 1 6 7 ഓക്കെ. അപ്പോൾ 2007 1916 തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ 2016 എന്ത് സംഭവിച്ചു? മിതവാദികളും തീവ്രവാദികളും യോജിച്ചു. ഓക്കെ. പിന്നെ നെഹ്റുവും ഗാന്ധിജിയും, ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും INC ആണ്. ഓക്കെ. പിന്നെ ലഖ്നൌ ഉടമ്പടി എന്ന ഉടമ്പടി ഉണ്ടാക്കിയതും 1916 അതായത് INCയും മുസ്ലിം ലീഗും ഒന്നിച്ചു പോകാം എന്നൊരു തീരുമാനം ഉണ്ടാക്കിയതാണ്. INCയുടെ വക്താവായിട്ട് തിലകും, ബാലഗംഗാധര തിലകും, അതുപോലെ മുഹമ്മദ് അലി ജിന്നയാണ് മുസ്ലിം ലീഗിന്റെ വക്താവായിട്ട്. അവർ രണ്ടും കൂടി ഒപ്പുവെച്ചതാണ് ലഖ്നൌ ഉടമ്പടി. ഓക്കെ. അപ്പൊ ഇതൊക്കെ നടന്നത് ലഖ്നൌവിൽ വെച്ച് നടന്ന 1916 AC മജുംദാർ അധ്യക്ഷനായിരുന്ന INC സമ്മേളനത്തിലാണ്. ഇനി അടുത്തത് 1917 കൊൽക്കത്തയിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനി ബെസന്റ് ആയിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയത്. അപ്പോൾ ആനി ബെസന്റ് ആരാണ്? ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫോറിൻ വുമൺ പ്രസിഡന്റും ആണ്. ആദ്യത്തെ വിദേശ വനിതാ പ്രസിഡന്റും അതുപോലെ വിദേശമായാലും സ്വദേശവും രണ്ടും നോക്കിയാൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റും ആനി ബെസന്റ് ആണ്. സോ 1917 അത് കൊൽക്കത്തയിൽ വെച്ചായിരുന്നു. കൊൽക്കത്തയിൽ വെച്ച് ഒരുപാട് സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ കൽക്കത്ത ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ കൽക്കത്ത ഓർത്തിരിക്കണം. പിന്നെ ഒരു കാര്യം 1919 അമൃത്സറിൽ വെച്ചായിരുന്നു. മോത്തിലാൽ നെഹ്റു ആയിരുന്നു അതിന്റെ പ്രസിഡന്റ്. ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയമായിരുന്നു മെയിനായിട്ടും 1919 ഉണ്ടായിരുന്നത്. ഇനി 1920 2 സമ്മേളനങ്ങളുണ്ട്. ഇതൊരു സ്പെഷ്യൽ സമ്മേളനമാണ് ആദ്യം നടന്നത്. അത് പെട്ടെന്ന് വിളിച്ചു ചേർത്തൊരു സ്പെഷ്യൽ സമ്മേളനമായിരുന്നു. അത് കൊൽക്കത്തയിൽ വെച്ചായിരുന്നു. അതിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ് ആയിരുന്നു. നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം ഗാന്ധിജി അവതരിപ്പിച്ചത് 1920 അതുപോലെ 1920 നാഗ്പൂരിലുണ്ടായ സെഷനിൽ വെച്ച്
അതിന്റെ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസാക്കി. 1920 ആദ്യം കൊൽക്കത്തയിൽ വെച്ച് നടന്ന സെഷനിൽ നിസ്സഹകരണ പ്രസ്ഥാനം അവതരിപ്പിച്ചു. അതുപോലെ 20 തന്നെ നാഗ്പൂരിൽ വെച്ച് നടന്ന സെഷനിൽ നിസ്സഹകരണ പ്രസ്ഥാനം പ്രമേയം പാസാക്കി. ഇനി അടുത്തത് 1921 അത് അഹമ്മദാബാദിൽ വെച്ചായിരുന്നു. CR ദാസ് ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. അപ്പോൾ ഈ CR ദാസിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം സിക്കിം അജ്മൽ ഖാൻ ആണ് ആക്ടിംഗ് പ്രസിഡന്റായിട്ട് തുടർന്നത്. അപ്പോൾ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? സിക്കിം അജ്മൽ ഖാൻ ആണ്. 1921 INC സെഷൻ അഹമ്മദാബാദാണ്. CR ദാസ് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനെ തുടർന്ന് ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റായി സിക്കിം അജ്മൽ ഖാൻ ആ സ്ഥാനം വഹിച്ചു.